മംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദ്വാദശ സ്കന്ധത്തിലെ 12 അധ്യായമാണ് ഇന്ന് നാം അവലോകനം ചെയ്യുന്നത്. ദേവി വസിക്കുന്നതായിട്ടുള്ള ചിന്താമണി ഗൃഹ വർണ്ണനമാണ് വ്യാസൻ ഇവിടെ ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൻ്റെ വിവരണങ്ങൾ കുറച്ചു ഭാഗം ഇന്നലത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. 4 തരത്തിലുള്ള മണ്ഡപങ്ങൾ, അവയുടെ മഹിമകൾ, ദേവി ഏതേത് മണ്ഡലത്തിൽ പോയിരിക്കണോ, ഏതേത് കാര്യങ്ങൾക്കായിക്കൊണ്ട് എന്നെല്ലാം അവിടെ പറഞ്ഞു. ആ ബ്രഹ്മാവിഷ്ണു രുദ്രൻ ഈശ്വരന്മാര് സദാശിവൻ ഇങ്ങനെ 5 കാലുകൾ 4 കാലും പലകിയും ഉള്ള ഒരു മഞ്ചം അവിടെ ഉണ്ട് എന്നുള്ളതിനെ അവിടെ പറഞ്ഞു. ശുദ്ധസ്ഫടിക സംഘാശസ്ത്രിനേത്ര ശീതളദ്വിധി വാമാംഗേ സന്നിഷന്യാസ്യ ദേവി ശ്രീ ഭുവനേശ്വരി സർവത്ര ദേവീ നാമ സങ്കീർത്തനം മഹാദേവ്യൈ നമ. ശുദ്ധ സ്ഫടികത്തിനൊത്ത നിറവും ത്രിനേത്രവും ശീതളാഭയം പൂണ്ട ആ മഹാദേവന്റെ വാമാങ്കത്തിൽ ശ്രീ ഭുവനേശ്വരി ദേവി ഈ ചിന്താമണി ഗൃഹത്തിലുള്ള ഇവിടെ പരിലസിക്കുന്നുണ്ട്. നവരത്നഗണം പതിച്ച കാഞ്ചിയും അരഞ്ഞാണും തങ്കത്തിൽ തീർത്ത വൈഡൂര്യം പതിച്ച അങ്കദങ്ങളും ദീപ്തിയാർന്ന ശ്രീചക്രത്തിന് തുല്യമായ തോടകള് അണിഞ്ഞിട്ടുണ്ട്. വദനാംബുജം ചന്ദ്രക്കലയെ വെല്ലുമാറ് കാന്തിയുള്ള ലലാടം, ചെന്തുണ്ടിപ്പഴത്തെ വെല്ലുന്ന രത്നാഭയായ അധരം, കുങ്കുമപ്പൊട്ട് കസ്തൂരിക്കുറി ചാർത്തിക്കൊണ്ട് പ്രകാശിക്കുന്നതായിട്ടുള്ള മുഖം, സൂര്യചന്ദ്രന്മാർക്കൊപ്പം വെട്ടിത്തിളങ്ങുന്ന ദിവ്യ ചൂടാമണി, ഉദിച്ചു വരുന്ന ശുക്രനക്ഷത്രത്തെ പോലെ തെളിഞ്ഞു മിന്നുന്നതായിട്ടുള്ള മൂക്കുറ്റി, ചിന്താമണി പതക്കം തൂങ്ങുന്ന മുത്തുമാല, ചന്ദനത്താരും കർപ്പൂരവും കുങ്കുമവും അണിഞ്ഞ സ്തനങ്ങള്, വിചിത്ര വിഭൂഷങ്ങളും ശംഖിനൊത്ത കഴുത്തും താളി മാതളക്കുരുവിനൊപ്പം തിളങ്ങുന്നതായിട്ടുള്ള ദന്തങ്ങള്, അമൂല്യ രത്നങ്ങൾ പതിച്ച കിരീടത്താൽ വിഭൂഷിതമായിട്ടുള്ള ശിരസ്, മതിച്ച വണ്ടിന്റെ നിരയെപ്പോലെ വിലസുന്ന അളകങ്ങള്, കളങ്കവും കാർശ്യവും അറ്റ ശരത്കാല ചന്ദ്രനെ പോലെ തെളിഞ്ഞ മുഖം, ഗംഗാജലത്തിലെ നീർച്ചുഴി പോലെ അഴകാർന്ന നാഭി, മാണിക്യക്കല്ല് പതിച്ച മോതിരമണിഞ്ഞ് തിളങ്ങുന്ന അങ്കുലികള്, താമരത്താരുകൾ പോലെ മനോഹരമായിട്ടുള്ള ത്രിനേത്രങ്ങള്, തേച്ചുമിനുക്കിയ മഹാപത്മരാഗത്തിന്റെ വർണ്ണഭംഗിയും രത്നകിങ്കിണികൾ ചാർത്തിയ രത്നകങ്കണങ്ങളും മാണിക്യത്തിന്റെയും മുത്തിന്റെയും ഒളിചേരുന്ന പാദസരങ്ങള്, രത്നാങ്കുലികളുടെ പ്രഭയാൽ പ്രശോഭിതമായിട്ടുള്ള കൈകള്, വിശിഷ്ടങ്ങളായിട്ടുള്ള നാനാരത്നങ്ങൾ കൊണ്ട് വിഭൂഷിതവും പ്രശോഭിതവുമായിട്ടുള്ള മുലക്കച്ച, പിച്ചകപ്പൂമണം തേടിയെത്തുന്ന കരിവണ്ടുകൾ ചൊഴുന്ന മുടിക്കെട്ട്, അതേമാതിരി അഭയം എന്നിവ ധരിച്ച വരം, പാശമങ്കുശം, അഭയം എന്നിവ ധരിച്ചതായിട്ടുള്ള 4 തൃക്കൈകള്, സർവശൃംഗാരങ്ങൾ കൊണ്ട് ആഢ്യമായിട്ടുള്ള വേഷം, മനോഹരമായ അംഗങ്ങളും മൂർത്തിമത്തായ സകല സൗന്ദര്യധോരണിയും നിർവ്യാജമായ കാരുണ്യം, വീണാനാദത്തിന്റെ മാധുര്യത്തെ വെല്ലുന്ന മധുരമൊഴികള്, കോടി സൂര്യചന്ദ്രന്മാരുടെ കാന്തി പ്രശോഭിക്കുകയും അനേകം സഖികള്, ദാസികള്, ദേവാംഗനകളെ സർവദേവതകളാലും പരിവേഷ്ടിതയായിരിക്കുന്ന ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സമന്വതയും ലജ്ജ, തുഷ്ടി, പുഷ്ടി, കീർത്തി, കാന്തി, ക്ഷമ, ദയ, ബുദ്ധി, മേധ, സ്മൃതി, ലക്ഷ്മി എന്നിവരുടെ മൂർത്തിരൂപമാർന്ന അങ്കനകളാലും ജയ, വിജയ, അജിത, അപരാജിത, നിത്യ, വിലാസിനി, ദോഗ്ധ്രി, അഘോര, മംഗള, നഭ എന്നീ പീഠശക്തികളും പരിസേവിതയുമായിട്ടുള്ള ആ ജഗദംബിക
ആരുടെ പാർശ്വഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശംഖം, പത്മം എന്നീ നിധികൾ നവരത്നമായും സ്വർണമായും ഒട്ടേറെ നദികള് സപ്തധാതുക്കളെയും വഹിച്ചുകൊണ്ട് എല്ലാം ചെന്ന് സുധാസിന്ധുവിൽ സദാ പതിക്കുന്നു. ഭുവനേശ്വരിയായിട്ടുള്ള ദേവി മഹേശ്വരന്റെ വാമഭാഗത്തിൽ വിരാജിക്കണു. ചിന്താമണി ഗൃഹത്തിന്റെ അളവ് ഇനി എത്രയാണ് എന്ന് പറയാം. അതിന് 1000 യോജന നീളമുണ്ട് എന്നാണ് അറിവുള്ളവർ പറയണത്. അനേകം ചുറ്റുമതിലുകളുണ്ട്. പുറമേയുള്ള മതിലുകളെക്കാൾ ഇരട്ടി വീതമാണ് ഉള്ളിലുള്ള ഓരോ മതിലുകളും. പ്രളയത്തിലും സൃഷ്ടിയിലും അത് വസ്ത്രം പോലെ ആവശ്യമനുസരിച്ച് ചുരുളുകയും നിവരുകയും ചെയ്യുന്നതാണ്. മറ്റു കോട്ടകൾക്കെല്ലാം അത്യന്തം പ്രകാശോജ്വലമാണ് ഈ ചിന്താമണി ഗൃഹം. മഹാശക്തി സ്വരൂപിണിയായ ദേവി അവിടെയാണല്ലോ വസിക്കുന്നത്. ബ്രഹ്മാണ്ടം തോറുമുള്ള ദേവലോകങ്ങളിലും നാഗലോകങ്ങളിലും മനുഷ്യലോകങ്ങളിലും മറ്റു ലോകങ്ങളിലും ഏതെല്ലാം ഉപാസകരുണ്ടോ അവരെല്ലാം ശ്രീദേവിയുടെ ആ സ്ഥാനത്താണ് വന്നുചേരുന്നത്. ദേവിയുടെ അർച്ചനയിൽ തൽപരരായി ദേവീക്ഷേത്രത്തിൽ കിടന്ന് മരിക്കുന്നവരും നിത്യമഹോത്സവമാർന്ന ആ ദേവിയുടെ പാദങ്ങളിലാണ് ചെന്നെത്തുക. നെയ്യ്, പാല്, തൈര്, തേൻ എന്നിവ നിറഞ്ഞ നദികൾ അവിടെ ഒഴുകുന്നുണ്ട്. ചിലത് അമൃതം വഹിക്കുന്നവയാണ്, ചിലത് മുന്തിരിച്ചാറ്, ചിലത് ഞാവൽപ്പഴത്തിന്റെ ചാറ്, മാമ്പഴച്ചാറ്, കരിമ്പിൻ ചാറ് മുതലായ ഒഴുകുന്ന ആയിരക്കണക്കിന് നദികള് അവിടെയുണ്ട് എന്നാണ് പറയണത്. മനോരഥങ്ങൾ എല്ലാം സാധിക്കുന്നവയാണ് അവിടെയുള്ള വൃക്ഷങ്ങളും അതുപോലെ തന്നെ കൂപങ്ങളും എല്ലാം. അവയിലെ രസം പാനം ചെയ്യുന്നവർക്ക് ആഗ്രഹങ്ങൾ ഒട്ടും കുറവില്ലാതെ നൽകുന്നു. രോഗപീഠയോ ജരയോ ചിന്ത, മാത്സര്യബുദ്ധി, കാമക്രോധാദികളോ അവിടെ ആർക്കുമില്ല. എന്നും യുവാക്കളായി ഭാര്യമാരോടൊത്ത് 1000 ആദിത്യന്മാരെ പോലെ തേജസ്സുള്ളവരായിട്ട് അവിടെ ഭുവനേശ്വരിയെ ദേവിയെ സദാ ഭജിച്ചുകൊണ്ടിരിക്കണു. പുണ്യാത്മാക്കള് ചിലർ സാലോക്യമാർന്നവരും, ചിലർ സാമീപ്യമാർന്നവരും, ചിലർ സാരൂപ്യമാർന്നവരും, ചിലർ സായുജ്യമായി ആർന്നവരുമാണ്. ബ്രഹ്മാണ്ടം തോറുമുള്ള ദേവതകൾ ആരെല്ലാമുണ്ടോ അവരുടെ എല്ലാം സമഷ്ടി രൂപങ്ങള് ഇവിടെ വസിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ദാവാഗ്നി പോലെ പ്രകാശിക്കുന്നു, ചില ഭാഗങ്ങള് ചുട്ടുപഴുത്ത തങ്കം പോലെ തിളങ്ങുന്നു, ചില സ്ഥലങ്ങള് ചന്ദ്രകാന്തിക്കല്ലിന് തുല്യമാണെങ്കിൽ മറ്റു ചില സ്ഥലങ്ങള് സൂര്യകാന്തിക്കല്ലിന് സമമാണ്. നൃത്തം വയ്ക്കുന്ന മയിലുകള്, കബോധങ്ങള്, കുയിലുകള്, കാഹളീരുകള്, സുഖങ്ങള് ഇതിന്റെ ശോഭയെ വർദ്ധിക്കുന്നുണ്ട്. ഇതിനെ അഖില പരാക്രമത്തിന്റെയും സർവോത്തമ ഗുണങ്ങളുടെയും സകല ദയയുടെയും പരിസമാപ്തിയാണ് ഈ മണിദ്വീപം. രാജാനന്ദം മുതൽ ബ്രഹ്മലോകം വരെയുള്ള ഭൂമികളിലെ ആനന്ദങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. മഹത്തരമായ മണിദ്വീപത്തെപ്പറ്റി